ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രഭാഷകൻ 14:14 പറയാണ്, ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ പലരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഇങ്ങനെ നമുക്ക് നാളെ എല്ലാം ശരിയാകും, നാളെ സന്തോഷിക്കാൻ പറ്റും, വിദേശത്ത് പോകുന്നൊരു സമയമുണ്ട്, അവിടെ ചെന്നെല്ലാം സെറ്റിലായിട്ട് സന്തോഷിക്കാൻ പറ്റും, പരീക്ഷയ്ക്ക് എഴുതി പാസ്സാകുന്ന സമയം, അതൊക്കെ പാസ്സായി കഴിയുമ്പോൾ സന്തോഷിക്കാൻ പറ്റും, എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞിട്ട് സന്തോഷിക്കാൻ പറ്റും എന്നാണ് നോർമലി ഒരു ടീം നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കുന്നതാണ്. ഈ കടബാധ്യതയൊക്കെ മാറിക്കഴിയുമ്പോൾ സന്തോഷിക്കാൻ പറ്റും, കുടുംബ പ്രശ്നമൊക്കെ തീർന്നു കഴിയുമ്പോൾ സന്തോഷിക്കാൻ പറ്റും എന്നാണ് നോർമലി നമ്മൾ ചിന്തിക്കുന്നത്. അത് മനുഷ്യസാധാരണമായ സ്വാഭാവികമായ ആലോചനയാണ്, ചിന്തയാണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷേ നിനക്ക് ഇന്ന് സന്തോഷിക്കാൻ ഒരു സന്തോഷത്തിൻ്റെ ഓഹരി കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇന്നിൻ്റെ സന്തോഷം വേണ്ടെന്ന് വെക്കരുത്. നമ്മൾ പറയില്ലേ, അവിടെ ചാൻസൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ അത് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തണം, നാളെ ആ ചാൻസ് കിട്ടുമെന്ന് അറിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത്, ഇന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നാളെ കിട്ടണമെന്നൊരു നിർബന്ധമില്ല. ഇന്ന് കിട്ടുന്ന സാഹചര്യങ്ങൾ അതെന്തിനുമാകട്ടെ, പ്രാർത്ഥിക്കാനോ സ്നേഹിക്കാനോ ശുശ്രൂഷ ചെയ്യാനോ വിശുദ്ധ ജീവിതം നയിക്കാനോ എന്തിനു വേണ്ട സാധ്യതകളാകട്ടെ, അത് നാളെ കിട്ടണമെന്നൊരു നിർബന്ധമില്ല. അവിടെ നമ്മൾ പറയും, നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ സാധ്യതകളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് പറയും. എന്ന് പറയുന്ന പോലെയാണ് ഈ ദിവസത്തിൻ്റെ സന്തോഷം അത് കളഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെയാണോ സങ്കടത്തിൻ്റെ ദിവസമാണോ? ഹലോ, ഉറങ്ങിയോ? എല്ലാവരും സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ട്, വിഷമമുണ്ടെന്ന് വിചാരിക്കും. ഒരു ഉദാഹരണത്തിന്, പരീക്ഷ എനിക്ക് വരുന്ന ആളുകളിൽ എന്തെങ്കിലും ഒരു പരീക്ഷയുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വരുന്ന ആളുകൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം, ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെഡിക്കൽ റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ കാത്തിരിപ്പിൻ്റെ കാലം നമുക്കൊരു പ്രത്യാശയില്ല എങ്കിൽ, പ്രതീക്ഷയില്ല എങ്കിൽ, ദൈവവചനം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ വചനത്തിലുള്ള ഒരു ആനന്ദം നമുക്കില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളതേക്കുറിച്ച് ആകുലരാകും, ഭാരപ്പെടും. റിസൾട്ട് ഓക്കെ, ശരീരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഭാഗം കൊടുത്ത് ഒരു ബയോപ്സിക്ക് അയച്ചു, അതിൻ്റെ റിസൾട്ടാണ് കാത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ കാത്തിരിപ്പിൻ്റെ ഒരു കാലം ഒരു 5-10 ദിവസം ഉണ്ടെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് അത്ര കണ്ട് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാത്ത ഒരു ജീവിതത്തിന് ഈ ദിവസങ്ങൾ വല്ലാത്ത ഭാരമാണ്. ഓരോ ദിവസം ഓരോ കാണും പറയും, പ്രാർത്ഥിക്കണം കേട്ടോ, എന്നാ ബയോപ്സി റിസൾട്ട് വരും, ഉറക്കമില്ല, ടെൻഷനാണ്, പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ദിവസങ്ങൾ ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ടെൻഷനാണ്, പ്രാർത്ഥിക്കണം കേട്ടോ. 10 ദിവസം ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. 11ാമത്തെ ദിവസം റിസൾട്ട് ഇട്ടെന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായി? സന്തോഷമായി. എന്തായി? സന്തോഷമായി. കഴിഞ്ഞ 10 ദിവസം ടെൻഷനായിരുന്നു, 10 ദിവസം സന്തോഷിച്ചിട്ടില്ല, 10 ദിവസം മുഖത്തൊരു പുഞ്ചിരി പോലും ഉണ്ടായിട്ടില്ല, കാരണം ഇതേക്കുറിച്ച് ആലോചിച്ചിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ 11ാമത്തെ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഈ പറയുന്ന ഐറ്റം ഇല്ല. അപ്പോൾ കഴിഞ്ഞ 10 ദിവസത്തിൻ്റെ സന്തോഷം എവിടെ പോയി? തിരിഞ്ഞു നോക്കുമ്പോഴോ 10 ദിവസം സങ്കടത്തിൻ്റെയും ടെൻഷൻ്റെയും ആകുലതയുടെയും ഭയത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളായിട്ട് ജീവിതത്തിൽ എണ്ണപ്പെട്ടില്ലേ? ഹല്ലേലൂയ. നമുക്ക് ഇന്നിൽ സന്തോഷിക്കാൻ പറ്റാത്തതിന് ശരിക്കും പറഞ്ഞ 2 കാരണങ്ങളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് എന്നാണെന്നറിയാമോ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ലിവിങ് ഇൻ ദ പ്രസന്റ്. ലിവിങ് ഇൻ ദ പ്രസന്റ്, ഇന്നിൽ ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ലിവിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഈ നിമിഷം എങ്ങനെ എൻ്റെ ദൈവം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ വചനം നൽകുന്ന, അവൻ്റെ കുരിശുമരണം നൽകുന്ന, അവൻ്റെ സ്നേഹം നൽകുന്ന സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ഇന്ന് ഈ നിമിഷം ദൈവം എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, നമ്മൾ വിചാരിക്കും പെന്തക്കോസ്താ ദിനത്തിൽ മാത്രമാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമെന്ന്.
ചിലരതുകൊണ്ട് ഒരുങ്ങി പെന്തക്കോസ്താ ദിനത്തിലാണ് ഈ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ അഭിഷേകം കിട്ടുന്നത്. അല്ല, പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഓരോ നിമിഷവും ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് ഫ്രാൻസിസ് മാപ്പ പറയുന്നത് ആ സമയത്തിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ അത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദയയുടെയും നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും വിശ്വസ്തതയുടെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ ഫലങ്ങൾ നീ പുറപ്പെടുവിക്കും. അപ്പം നീ പരിശുദ്ധാത്മാവിലാണ്, അപ്പം നീ അഭിഷേകത്തിലാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ ഗതികളെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള അപ്പസ്തോലന്മാരെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞെന്നാന്നറിയാവോ? ദാണ്ടെ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യരിവിടെ. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങളുടെയും ജീവിതത്തെ പോലും കീഴ്മേൽ മറിക്കാൻ ശക്തിയുള്ള ദൈവസാന്നിധ്യം നമ്മളിലുണ്ട് എന്ന് നമുക്കിങ്ങനെ നിരന്തരമായ ബോധ്യപ്പെടുത്തൽ തന്നുകൊണ്ടിരിക്കും. അത് കിട്ടുമ്പോഴാണ് നമ്മൾ ശക്തിയുള്ളവരായിട്ട് നമുക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ. അല്ലേ, നമുക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് പലർക്കും പ്രശ്നം. നമുക്ക് ഈ അറിയില്ല. നമുക്ക് അത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട്, കല്ലറകളെ ഭേദിക്കാൻ ശക്തിയുള്ള ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ശക്തിയുള്ള ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നറിയുന്നിടത്താണ് നമ്മൾ ശക്തിയുള്ളവരായിട്ട് പെരുമാറുള്ളൂ. ഹല്ലേലൂയ. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിലുള്ള പെന്തക്കോസ്ത ഒരുക്ക ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. എന്താണ്? എൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ കല്ലറകളെ ഭേദിച്ച് സ്വന്തം ശക്തിയാൽ പുറത്തു വന്ന മൂന്നാം ദിവസം പറഞ്ഞതുപോലെ ഉത്ഥാനം ചെയ്ത ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. എന്നെ ചലിപ്പിക്കുന്നതും എന്നെ കൈപിടിച്ച് നടത്തുന്നതും ആ ശക്തിയാണ്, ആ സാന്നിധ്യമാണ്, ആ സ്നേഹമാണ് എന്ന് ഒരു ദൈവപൈതൽ ബോധപൂർവം വീണ്ടും റിയലൈസ് ചെയ്യുന്നതാണ്. തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തി തിരിച്ചറിയുമ്പോൾ ശക്തിയുള്ളവരായിട്ട്, ബലമുള്ളവരായിട്ട്, ധൈര്യമുള്ളവരായിട്ട്, കരുത്തുള്ളവരായിട്ട് നമ്മൾ മാറുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, നിങ്ങൾ ഇന്നിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കരുത്. ഇന്നിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കരുത്. ഇന്ന് സന്തോഷിക്കാൻ പറ്റില്ല, സന്തോഷം പോയി, അത് പിന്നെ കിട്ടില്ല. ഇന്നിന്റെ സന്തോഷം വേണ്ടെന്ന് വെക്കരുത്. അപ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പറ്റാത്തതിന് കാരണം എന്താ പറയുക? നമ്മൾ നാളെയെക്കുറിച്ചുള്ള പലതും നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ സന്തോഷിക്കാൻ പറ്റില്ല. ഒരു കാരണം അതാണ്. നാളെക്കുറിച്ചുള്ള ആകുലത, മക്കള്, വരുമാന മാർഗങ്ങൾ, ജോലി, രോഗം, കുടുംബം, കുടുംബ ബന്ധ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതും നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇതെന്തായി തീരുമെന്ന് അറിയില്ല. നമ്മളങ്ങനെ പറയുന്നത്, അച്ഛാ എന്താവും എന്നറിയില്ല അച്ഛാ, ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല അച്ഛാ, ഇത് ഏതറ്റം വരെ പോകുമെന്ന് അറിയില്ല അച്ഛാ. ഇതറിയാത്തത് കൊണ്ട് ഇതൊരു ആകുലത നമ്മളിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എല്ലാം അവസാനിക്കുമെന്നും എല്ലാം ദൈവത്തിൽ അവസാനിക്കുമെന്നും അതിൻ്റെ ഫൈനാലിറ്റി, അതിൻ്റെ ഡെഡ് എൻഡ് നമ്മൾ മുന്നിൽ കണ്ട കുറേ പ്രശ്നം തീരും. അതുകൊണ്ടാണല്ലോ വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ വേദനകൾ എത്ര നിസ്സാരമാണെന്ന് വചനം പറയുന്നത്. അപ്പോൾ നാളെയെക്കുറിച്ചുള്ള എന്തെങ്കിലും ആകുലതകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്നിൻ്റെ സന്തോഷത്തെയാണ് തകർത്ത് കളയുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നാളെ അത് നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല, ചിലതൊക്കെ സംഭവിക്കില്ല, നമുക്ക് ഗ്യാരണ്ടിയില്ല, നമുക്കൊന്നും അറിയാം. പക്ഷേ നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സ് തകരുകയും സങ്കടപ്പെടുകയും ഭാരപ്പെടുകയും എന്നിട്ട് എന്ത് ചെയ്യും? ഇന്നിൻ്റെ ഈ നിമിഷത്തിൻ്റെ സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നീ ഈ നിമിഷം സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ തന്നെ കാൽവരിയിൽ പൂർണ്ണമായും നമുക്ക് വേണ്ടി തന്നത്. എല്ലാം തന്നു. എന്തിനാ? സന്തോഷത്തിൻ്റെ സകല കാരണങ്ങളും അവൻ നമുക്ക് തന്നു കഴിഞ്ഞു. സമാധാനത്തിൻ്റെ സകലതും അവൻ നമുക്കായി പൂർത്തീകരിച്ച് കഴിഞ്ഞു. അത് ഈ നിമിഷവും ഇന്നലെയും ഇന്നും നാളെയും
നീ സന്തോഷിക്കാനും ഇന്നലെയും ഇന്നും നാളെയും നീ സമാധാനത്തിലായിരിക്കാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി കാൽവരിയിൽ അവൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി മരിച്ചതും നമ്മെ വീണ്ടെടുത്തത്. സങ്കടമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കാ സങ്കടമില്ലാത്തല്ലേ? എല്ലാവർക്കും സങ്കടമുണ്ട്. എനിക്ക് സങ്കടമില്ല. എനിക്ക് എൻ്റെതായ സങ്കടങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാ സങ്കടങ്ങളുമുണ്ട്. നമുക്കെല്ലാം നമ്മുടേതായ സ്വകാര്യ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആശങ്കകളും ആവലാതികളും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കർത്താവിലായിരിക്കുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നതന്നെ നമ്മൾ സന്തോഷിക്കുവിൻ. അതല്ലേ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1 ലേഖനം 5-ാം അധ്യായം 16, 17, 18 എന്നാ പറയുന്നേ? നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവിൻ. ഇതാണ്, അതുകൂടി പറ, യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇത് ദൈവഹിതമാ. അപ്പൊ സന്തോഷിക്കാതിരിക്കുന്നോ? പറ. എപ്പോഴും സന്തോഷിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞു ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ളത്. യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സന്തോഷിക്കാതിരിക്കുവാണെങ്കിലോ? മോങ്ങിയും കരഞ്ഞും അച്ഛാ എല്ലാം പോയച്ചാ, പോയച്ചാ, ഇനി രക്ഷയില്ലച്ചാ, എല്ലാം തകർന്നച്ചാ, പ്രതീക്ഷയൊക്കെ പോയച്ചാ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. ഇല്ല, ഇന്നത്തെ നിങ്ങൾ ആദ്യ വായന ശ്രദ്ധിച്ച് കാണും. അപ്പസ്തോലന്മാരെ പിടിച്ചിട്ട് ബഹളവും അവരൊക്കെ വാണിംഗ് കൊടുത്ത് കഴിഞ്ഞ് കുറേ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കേട്ട് യഹൂദർ കുറേ പേര് വിട്ടുപോവുകയും അസ്വസ്ഥകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവർ വളരെ സന്തോഷത്തോടെ ആഹ്ലാദിച്ചുകൊണ്ട് വചനം വീണ്ടും പ്രസംഗിച്ചെന്നാണ് പറയുന്നത്. തല്ല് കിട്ടിയപ്പോൾ കയ്യൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടിയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവഹിതം അതാണ്. എന്ത്? എപ്പോഴും സന്തോഷിക്കും. ഇത് ദൈവഹിതമാണ്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ട ദൈവത്തിന്റെ ഹിതമാണ് നമ്മൾ എപ്പോഴും സന്തോഷിക്കണമെന്ന്. എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള, എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള, എല്ലായ്പ്പോഴും നമ്മെ സഹായിക്കുന്ന, എല്ലായ്പ്പോഴും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ എപ്പോഴും ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും സന്തോഷിക്കുന്നവരായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആന്തരിക മനുഷ്യന്റെ, ആത്മീയ മനുഷ്യന്റെ സന്തോഷം പോകുന്നേയില്ല. ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ്. ഇല്ലേ? ഉണ്ടോ? ദൈവത്തിനറിയാം. ചിലരൊക്കെ ഏറ്റവും കൂടുതൽ പരാതിയും പരിഭവവും ഒക്കെ പറയുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? ഈശോയുടെ കൂടെ ഇരിക്കുമ്പോഴാണ്. പറയേണ്ടതെന്നല്ല, നിനക്ക് ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്ത എന്ത് പ്രശ്നം നമുക്കുള്ളേ. എല്ലാം അറിയുന്ന ജീവിക്കുന്ന കർത്താവിന് അറിയാൻ പാടില്ലാത്ത ഏത് പ്രതിസന്ധിയെ നമ്മൾ അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ, കൂടെ ഇരിക്കുന്നതിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്നെ ആയത്. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പറ്റിയാലുണ്ടല്ലോ, ഈ പറയുന്ന നമ്മുടെ ആനന്ദം കളയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതായി. ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു പ്രശ്നം വന്നു, ഒരു പ്രതിസന്ധി, എന്തോരം പേരെ ഈ നിത്യാരാധന ചാപ്പൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? നിങ്ങൾ പലരൊക്കെ ഈ ആരാധന ചാപ്പൽ രാവും പകലും 24 മണിക്കൂർ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു വിഷമം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവരവിടെ കടന്ന് അതേക്കുറിച്ച് പരാതിയും പരിഭവവും ഒക്കെ പറയുന്നതിനപ്പുറം ചിലരൊക്കെ ഒരു തീരുമാനം എടുക്കും, കുറച്ച് നേരം വന്ന് ഈശോയോട് കൂടെ ഇരിക്കാൻ. എന്നിട്ട് ചുമ്മാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ലായിരിക്കും, അവിടെ വന്ന് 1-2 മണിക്കൂറൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ചുമ്മാ ഇരിക്കും. വലിയ പ്രശ്നത്തിൻ്റെ നടുവില, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവില, ഈ ആഴ്ചത്തെ വാടക അടക്കാനുള്ള കാശ് കയ്യിലില്ല, മക്കളുടെ പരീക്ഷയും അവരുടെ ഫീസും അവരുടെ അടുത്ത പഠനത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ട് ഒന്നും കയ്യിലില്ല. ഇതെല്ലാം കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ നടുവിലും കർത്താവിൻ്റെ കൂടെയായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ. എന്നിട്ട് അവിടെ വന്നിരിക്കും, എന്നിട്ട് പറയാ, അച്ഛാ വീട്ടിലിരുന്ന അച്ഛനറിയാലോ എന്തെല്ലാം കാര്യങ്ങൾ, ഇതെല്ലാം കാരണം സ്വസ്ഥതയും സമാധാനവും ഇല്ല. പക്ഷേ ഇവിടെ വന്ന് ഈശോയുടെ കൂടെ ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഇരുന്ന് കഴിയുമ്പോൾ വല്ലാത്തൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഹല്ലേലൂയ.
അതോടുകൂടി വീണ്ടും തിരിച്ചു ചെല്ലുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക്. എന്നാലും യേശുവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അനുഭവിച്ച ആനന്ദമുണ്ടല്ലോ, ആനന്ദമാണ് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ വീണ്ടും മുന്നോട്ട് പോകാൻ ശക്തി കൊടുക്കുന്നത്. അല്ലാതെ പ്രശ്നം മാറിയെന്നല്ല. അവിടെ എല്ലാ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെയാണ്, പ്രതിസന്ധികളുടെ നടുവിലാണ്. പക്ഷേ ഉള്ളിലൊരു ആനന്ദമുണ്ട്, ഈശോയുടെ കൂടെ ഇരുന്നതിൻ്റെ ആനന്ദം. സർവ്വത്ത് പറയാമോ ഹല്ലേലൂയ? അല്ല, നമ്മുടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവഹിതം എല്ലായ്പ്പോഴും സന്തോഷിക്കുക എന്നാണെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നത് പറ ദൈവഹിതമല്ല. ചെറിയ സങ്കടങ്ങളൊക്കെ കുഴപ്പമില്ല. അമിത ദുഃഖം അത് ദൈവഹിതമല്ല. അമിത ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ചിലവരെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും ചാകാൻ തീരുമാനം എടുക്കുന്നതും കയറുണ്ടോ എന്ന് അന്വേഷിക്കുന്നതും ഒക്കെ ഈ അമിത ദുഃഖം വരുമ്പോഴാണ്. ഹല്ലേലൂയ. അത് കൈപ്പേറിയ വിഷമായിട്ട് ഉള്ളിൽ കിടക്കും. ഈ ചിലതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പറയില്ലേ, നാളെയുടെ ആകുലത മാത്രമല്ല, ചിലവർക്ക് ഇന്ന് സന്തോഷിക്കാൻ പറ്റാത്തതിന് അവരുടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇന്നലകളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. എന്നിട്ട് പറയാം, അച്ഛാ ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കുക? അച്ഛൻ പറ, ഇന്നലകൾ ഞങ്ങൾ ഇത്രയും മുറിവേറ്റിട്ടുണ്ട്, ഇത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്, ഇത്രയും പട്ടിണി കിടന്നിട്ടുണ്ട്, ഇത്രയും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വലിയൊരു ലിസ്റ്റ്, ഇന്നലകളുടെ മുറിവേറ്റ അനുഭവങ്ങളുടെ വലിയൊരു തീരാ കഥ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇന്നലകളുടെ അടിമയാണ്, ഇന്ന് സന്തോഷിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ നാളെയുടെ ആകുലതകൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ ഒരാത്മാവ് ഞെരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞെരുങ്ങാൻ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നിൻ്റെ സന്തോഷം, യേശുക്രിസ്തുവിലൂടെ നമുക്കായി നൽകപ്പെട്ട ഇന്നിൻ്റെ സന്തോഷമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മളെന്ത് വിഡ്ഢികളാന്ന് നോക്കി, നമ്മളെന്ത് മണ്ടന്മാരാന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. നമുക്കായി അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ ബാങ്കിൽ ഒരു 50 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ, ഇല്ലെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്, വിചാരിക്കാൻ പറഞ്ഞത്. 50 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. 50 ലക്ഷം രൂപയുണ്ട്, അത് ഡ്രോ ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ATM കാർഡുണ്ട്. എന്നിട്ട് രാത്രി ഈ പാത്രം തുറന്നു വെച്ചിട്ട് കഞ്ഞി കുടിക്കാനൊന്നുമില്ലല്ലോ, ചമ്മന്തി പോലും ഉണ്ടാക്കാൻ കാശില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരിക്കും അവസ്ഥ? വിലപിച്ചിരുന്നിരിക്കുക. ആ അവസ്ഥയാണ് നമ്മളിന്ന് പലരും കടന്നു പോകുന്നത്. നമുക്ക് വേണ്ടി പിതാവായ ദൈവം പുത്രനിലൂടെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്താൻ തക്ക വിധത്തിൽ അവൻ നമുക്ക് വേണ്ടി എല്ലാം യേശുക്രിസ്തുവിൽ പൂർത്തിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സങ്കടങ്ങളൊക്കെ മാറിയിട്ട്, ഇപ്പോൾ കൺമുമ്പിലുള്ള പ്രശ്നം മാറിയിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാൽ മക്കളെ, ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ കൺമുമ്പിലുണ്ടെന്നേ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ കൺമുമ്പിലുണ്ടെന്നേ ആശങ്കകളും ആകുലതകളൊക്കെ, പക്ഷേ നമ്മൾ സന്തോഷത്തിലാണ്. ഈ സന്തോഷം ലോകത്തിന് തരാനും പറ്റില്ല, ലോകത്തിന് എടുത്തു കളയാനും പറ്റില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. ഹല്ലേലൂയ. ലോകം തന്ന സന്തോഷമാണെങ്കിലല്ലേ ലോകത്തിന് എടുത്തു മാറ്റാൻ പറ്റൂ. ദൈവം തന്നതാണെങ്കിൽ എങ്ങനെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കും ലോകം വെച്ച് നീട്ടിയ ദുരനുഭവങ്ങൾക്കും എങ്ങനെ ഈ സന്തോഷത്തെ കളയാൻ പറ്റും? കാരണം ദൈവം തന്നതാ, ആത്മാവിൽ അനുഭവിക്കുന്ന ആനന്ദമാണ്. അത് ലോകത്തിന് തരാനും പറ്റില്ല, ലോകത്തിന് എടുത്തു കളയാനും പറ്റില്ല. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ മറ്റൊരു ഡയലോഗ് പറയുന്നത്, അത് അതുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ, ഡയലോഗൊക്കെ അറിയാം, പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പറയാലെന്നേ ഉള്ളൂ. ഈ പ്രശ്നം വരുമ്പോൾ അതുക്കും മേലെ കർത്താവ് എനിക്കൊരു സന്തോഷം തന്നിട്ടുണ്ട്. ഈ പ്രശ്നത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അതുക്കും മേലെയാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ളവൻ അതുക്കും മേലെ സന്തോഷിക്കാൻ എനിക്ക് കരുത്ത് തരുന്നതാണ്. സർവ്വത്ത് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ചും യേശുക്രിസ്തുവിലായിരിക്കുക, ആനന്ദത്തിലായിരിക്കുക എന്നുള്ളത് കൂടി തന്നെ.